ഹലോ, നമ്മളിപ്പോൾ എന്നുള്ളത് തൃശ്ശൂർ പൂരം എക്സിബിഷനിലാണ് കേട്ടോ. കുറേ നാളായി ഞാൻ വരണമെന്ന് വെച്ചാൽ ഇപ്പോഴാണ് അത് നടന്നത്. 35 രൂപയാണ് കേട്ടോ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഫുൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരുപാട് സ്റ്റോളുകളുണ്ട് കേട്ടോ, കണ്ടാൽ തന്നെ തീരില്ല, അത്രയും സ്റ്റോളുകളുണ്ട്. പല വെറൈറ്റി സാധനങ്ങൾ, അതായത് ഫർണിച്ചറുകൾ, കുട്ടികളുടെ ഐറ്റംസ്, ടോപ്സ്, അങ്ങനെ തുടങ്ങി പല വെറൈറ്റി സാധനങ്ങളുടെ സ്റ്റോളുകളുണ്ട് കേട്ടോ. കുട്ടികളായിട്ട് കയറി കഴിഞ്ഞ് പൈസ പോണ വഴി അറിയില്ല, അത്രയും ഉണ്ട്. ഗ്ലാസ്സുകൾക്കും ഭരണികൾക്കും തന്നെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അത് കണ്ടാൽ തന്നെ തീരില്ല, അത്രയും അവർ അറേഞ്ച് ചെയ്തിരിക്കണതടക്കം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെയുണ്ട്. ലേഡീസിൻ്റെ ഐറ്റംസ് തന്നെ വലിയൊരു സ്റ്റോളുകൾ തന്നെ ഉണ്ട് കേട്ടോ. ലേഡീസ് വെയർ ആയിക്കോട്ടെ, ബാഗുകളായിക്കോട്ടെ, ചെരുപ്പുകളായിക്കോട്ടെ, എല്ലാത്തിനും നല്ല കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ. അവിടെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം കേട്ടോ. അത്രയും കളക്ഷൻ ഉണ്ട്, അത്രയും നല്ല അടിപൊളി കളക്ഷൻസാണ് ഉള്ളത് കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിഠായികളുടെ സെക്ഷൻ കേട്ടോ. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കഴിച്ചിരുന്ന മിഠായികൾ, ഒരു വെറൈറ്റികൾ തന്നെ ഉണ്ട് കേട്ടോ അവിടെ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയും ഉണ്ട് മിഠായികൾ. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് പോവുകയില്ല, അത്രത്തോളം ഉണ്ട് മിഠായികൾ. അങ്ങനെ കണ്ടപ്പോൾ കൊതി സഹിക്കാണ്ട് ഞങ്ങളും വാങ്ങിയിട്ടാണ് കുറച്ച് മിഠായികൾ. അടിപൊളിയായിരുന്നു. അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തീരും ചെയ്തു. അതുപോലെ തന്നെ കുട്ടികളുടെ സ്റ്റേഷനറി ഐറ്റംസിനുള്ള സ്റ്റോളുകളും ഉണ്ട് കേട്ടോ. വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ ക്രോപ്പ് ടോപ്പിന് തന്നെ വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. 350 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ നടന്ന് ക്ഷീണമായപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയത് തന്നെ. നല്ലൊരു ആംബിയൻസ്, നല്ല അടിപൊളിയായിരുന്നു അവിടെ. ടീഷർട്ടുകൾക്കും ജേഴ്സികൾക്കും ഒരു സെക്ഷൻ തന്നെയുണ്ട്. അതുപോലെ അവിടുത്തെ ഭരണികൾ, അങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷനുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി ആയിരുന്നു. അതുപോലെ തന്നെ 20 രൂപ റേറ്റിലൊക്കെ ഗപ്പീസൊക്കെ കിട്ടും. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് അടിപൊളി സൂപ്പറായിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോന്ന് കണ്ടും ആസ്വദിച്ച് നടത്തുമ്പോഴാണ് സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. റൈഡുകളും ട്രെയിനുകളൊക്കെ കാര്യങ്ങളുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുണ കേവ്, അവിടെ ഗുണ കേവിൻ്റെ മോഡലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കയറി കഴിഞ്ഞ് ഉണ്ണി വാശി പിടിച്ചിട്ട് അങ്ങനെ റൈഡിലും കയറി. പക്ഷേ കയറി നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അതിൽ കയറിയപ്പോൾ തന്നെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അത്രയും നേരം അതിൽ സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു, വേറൊരു വൈബ് തന്നെയായിരുന്നു. ലൈറ്റ് സെറ്റിങ്ങും ഓരോ റൈഡുകളും അതൊരു എല്ലാം വെറൈറ്റി ആയിരുന്നു കേട്ടോ. വെറൈറ്റി റൈഡുകൾ, കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ള തൊട്ടി ഊഞ്ഞാൽ വരെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേടിയാണ്, പക്ഷേ ഒരുവിധം എല്ലാ റൈഡുകളും ഉണ്ടായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസ് ആയിരുന്നു. വലിയവരും കുട്ടികളൊക്കെ റൈഡുകൾ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയവർ വരെ കയറുന്ന എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു പാനിപൂരിയൊക്കെ കഴിച്ച് ഞങ്ങൾ റിട്ടേൺ പോന്നു കേട്ടോ. അപ്പം തന്നെ സമയം വൈകിയിരുന്നു, കാരണം ലേറ്റാവും, വീടെത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് റിട്ടേൺ പോന്നു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ മിസ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മൂണിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ കയറാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ തന്നെ റിട്ടേൺ പോന്നു. അതിൻ്റെ ഈ എക്സിബിഷൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു വലിയ ഫൗണ്ടനൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ തന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. കാരണം ഫാമിലിയൊക്കെ ഫ്രീ ആവണത് ആ സമയത്തല്ലേ. അപ്പോൾ നല്ല തിരക്കുണ്ട്. അതുപോലെ അതിലോ തൃശ്ശൂർ എന്നൊക്കെ എഴുതിയിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പാറമിക്കാവും ലൈറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കിട്ടുമ്പോൾ ഓർച്ചിഡ് ശക്ത സ്റ്റാൻഡിലെത്തി. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.